നമസ്കാരം സുഹൃത്തുക്കളെ, വെളിവില്ലാത്തവൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായിട്ട് കേൾക്കുന്ന പല ഓഫറുകളാണ് സൂപ്പർ മാർക്കറ്റിലും മോളുകളിലൊക്കെ ഉള്ള ഓഫറുകൾ. അതായത് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, രണ്ടെടുത്താൽ ഒന്ന് ഫ്രീ, 3 ഫ്രീ. ഇതേ മാതൃകയിലാണ് ഇന്ന് കേരളത്തിലെ തട്ടിപ്പുകൾ നടക്കുന്നത്. ഒരു തട്ടിപ്പിന് 2 തട്ടിപ്പ് ഫ്രീ എന്ന രീതിയിലാണ് ഇപ്പോൾ കേരളത്തിലെ ഓരോ തട്ടിപ്പുകളും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2025 ജനുവരി 1-ാം തീയതി മുതൽ ഫെബ്രുവരി വരെയൊക്കെയുള്ള കാലയളവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനിടയ്ക്ക് തന്നെ കേരളത്തിൽ 100 കോടിയിൽ മുകളിലുള്ള തട്ടിപ്പ് 2 എണ്ണം ഇതുവരെ പുറത്ത് വന്നു കഴിഞ്ഞു. ആദ്യത്തേത് CSR ഫണ്ട് തട്ടിപ്പ്, പാതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുത്ത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റിയ തട്ടിപ്പ്. രണ്ടാമത്തത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഫെബ്രുവരി 20-ാം തീയതിക്ക് ശേഷം കൊണ്ട് പൊങ്ങി വന്ന ഇരിങ്ങാലക്കുടയിൽ നടന്ന തട്ടിപ്പ്, ബില്യൺ ബീസ് നിക്ഷേപ തട്ടിപ്പ്. ഇങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലും സൂപ്പർ മാർക്കറ്റുകളിൽ നടക്കുന്ന ഓഫറുകൾ പോലെ തന്നെയാണ് ഇവിടെ തട്ടിപ്പുകളും വരുന്നത്. ഒരു തട്ടിപ്പിന് 2 തട്ടിപ്പ് ഫ്രീ എന്ന മാതൃകയിലാണ് ഇവിടെയും തട്ടിപ്പുകൾ വരുന്നത്. തട്ടിപ്പുകാർ അതുപോലെയാണ് ഇവിടെ വരുന്നത്. നമ്മൾക്കൊക്കെ അറിയാം, ഒരു 80-90 ആ കാലഘട്ടത്തൊക്കെയുള്ള ഒരുപാട് പ്രൈവറ്റ് ബാങ്കുകളിലെ നിക്ഷേപ തട്ടിപ്പുകളെക്കുറിച്ചൊക്കെ ഓർമ്മയുണ്ടാവും പലർക്കും. നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഒരു 80-90കളിലൊക്കെ ജനിച്ചവർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ പല ബാങ്കുകളും പൊട്ടി പാളീസായ കഥകളൊക്കെ. അതിലൊക്കെ എന്താ പറയുക, നിക്ഷേപ തട്ടിപ്പെന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 10 ലക്ഷം, 20 ലക്ഷം, 50 ലക്ഷം, 1 കോടി ഇതൊക്കെയായിരുന്നു അന്നത്തെ കാലത്തെ നിക്ഷേപ തട്ടിപ്പുകളിൽ തട്ടിക്കപ്പെട്ടിട്ടുള്ള പൈസയുടെ കണക്ക്. ഇന്ന് നേരെ മറിച്ച് ഒരു നിക്ഷേപ തട്ടിപ്പ് വരിക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പുറത്ത് വരുന്ന പൈസ എന്തുമാത്രം തട്ടിപ്പാണ് നടന്നിരിക്കുന്നതിനുള്ള പൈസ കേട്ടാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോവും. ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റിനേക്കാളും വാർഷിക ബഡ്ജറ്റിനേക്കാളും കൂടുതലുള്ള ഒരു എമൗണ്ടാണ് ഇന്ന് തട്ടിപ്പുകളിലൊക്കെ പുറത്ത് വരുന്നത്. 100 കോടി, 500 കോടി, 1000 കോടി. CSR ഫണ്ടിലൊക്കെ 1000 കോടിയുടെ തട്ടിപ്പെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ പ്രബുദ്ധ കേരളം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഏറ്റവും അധികമുള്ള സംസ്ഥാനങ്ങളിലൊന്നായിട്ട് അറിയപ്പെടുന്ന കേരളം, ഏറ്റവും കൂടുതൽ വെളിവുള്ളവർ എന്ന് അറിയപ്പെടുന്ന കേരളം, ഈ കേരളം തന്നെ ഇങ്ങനെ ഈ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ആർക്കെങ്കിലും അറിയാമോ? എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത്രയും തട്ടിപ്പുകൾ പുറത്തു വന്നിട്ടും ഇന്നും മലയാളികൾ 10 വെച്ചാൽ 20 കിട്ടും, 50 വെച്ചാൽ 100 കിട്ടും, 100 വെച്ചാൽ 1000 കിട്ടും എന്നുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ തട്ടിപ്പ് വീരന്മാരുടെ വലകളിൽ ചെന്ന് വീഴുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? ഒരു നിക്ഷേപ തട്ടിപ്പിൽ ഇരയാവുന്നവരുടെ കണക്കെടുത്താൽ ഒരു പക്ഷേ ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ ഒരു 100 പേരുണ്ടെന്നിരിക്കുക, അതിലൊരു 10 പേരെ ഒരു നല്ല പൈസ ഉള്ളവർ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവരിൽ പലരും, ഈ 10 പേരിൽ പലരും അവരുടെ പല ബിസിനസ്സുകളിലും അതിനകത്ത് നേടിയ നേട്ടങ്ങളും അതിനകത്ത് നേടിയ സാമ്പത്തിക ലാഭങ്ങളൊക്കെ ബ്ലാക്കായിരിക്കുന്ന പൈസ അവരെടുത്ത് ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള 90% ആൾക്കാരിലും ഭൂരിഭാഗവും നമ്മളെപ്പോലെ മിഡിൽ ക്ലാസ്സിലുള്ളവരായിരിക്കും പെട്ടുപോകുന്നതിനകത്ത്. സമൂഹത്തിൽ ഏറ്റവും അധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഒരു മിഡിൽ ക്ലാസ്സുകാരനാണ്. കാരണം അവന് യാതൊരു തരത്തിലുള്ള സർക്കാരിൻ്റെ പരിരക്ഷയും ഇല്ലാതെയാണ് അവൻ്റെ കുടുംബം നോക്കേണ്ടത്. ഒരു മിഡിൽ ക്ലാസ്സുകാരനായതുകൊണ്ട് തന്നെ അവൻ്റെ ഒരു സാമ്പത്തിക നിലവാരം ഉണ്ടാവുമല്ലോ സമൂഹത്തിലും സർക്കാരിൻ്റെ രേഖയിലും. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് വരുമ്പോൾ തന്നെ അവന് പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല, ചികിത്സാ സഹായങ്ങൾ കിട്ടുന്നില്ല, ഇതൊന്നും. അതുപോലെ തന്നെ വലിയ കാര്യങ്ങൾ, വലിയ ആഡംബര വണ്ടികളൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റുന്ന ഒരാളല്ല മിഡിൽ ക്ലാസ്സുകാരൻ. ഇങ്ങനെയുള്ള മിഡിൽ ക്ലാസ്സുകാർ അവർ പലതരത്തിലുള്ള ജോലികളും ചെയ്യുന്നവരാവാം, ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നവരാവാം, ചെറിയ സർക്കാർ ജോലി ഉള്ളവരാവാം, പ്രൈവറ്റ് കമ്പനികളിൽ ജോലിയുള്ളവരാവാം, കർഷകനായിരിക്കാം. ഇവരുടെയൊക്കെ ഈ വരുമാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം, അവരുടെ കുടുംബത്തിൻ്റെ ചെലവുകളൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ചെറിയൊരു സംഖ്യ അവർ സ്വരൂപിച്ചുണ്ടാക്കുന്നത്, അതാണ് ഈ പറഞ്ഞ തട്ടിപ്പ് സംഘങ്ങളിലേക്ക് അവർ കൊണ്ടുപോയി ഒരു തരത്തിലുള്ള ആലോചിക്കാണ്ട് അവർ കൊണ്ടുപോയി നിക്ഷേപം നടത്തുന്നത്. ഇതുപോലത്തെ നിക്ഷേപ സ്ഥാപനങ്ങളൊക്കെ പൊട്ടാൻ നേരത്ത്, അതായത് ഈ
ആദ്യം പറഞ്ഞതുപോലെ അത് കാശുള്ളവൻ്റെ കാശ് പൊട്ടിയാൽ അതങ്ങനെ പൊട്ടൂല. അവൻ്റെ കാശ് പൊട്ടാൻ വേണ്ടിയല്ല കാശുള്ളവനകത്ത് കൊണ്ടിടുന്നത്. അവൻ എപ്പോഴും അവനൊരു ബാക്കപ്പ് ഉണ്ടാവും. അവന് ഇത് പോയാൽ തന്നെ അവൻ്റെ 10 പോയാൽ അവന് വേറൊരിടത്തുനിന്ന് 20 കിട്ടുകയും ചെയ്യും. കാശുകാരനെ സംബന്ധിച്ച് അവനൊരു പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. അവന് ഒരു സ്ഥിര വരുമാനത്തിൻ്റെ അല്ലല്ലോ അവന് ബിസിനസ്സിലെ കൊള്ള ലാഭമായിരിക്കും അവന് ഇതിനകത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കൊള്ള ലാഭം പോയി കഴിഞ്ഞാൽ അടുത്ത ബിസിനസ്സിൽ അടുത്ത കൊള്ള ലാഭം അവന് കിട്ടും. നേരെ മറിച്ച് നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ്സുകാർക്കെന്ന് പറഞ്ഞാൽ ഒരു സ്ഥിര വരുമാനമേ ഉള്ളൂ. അതിനകത്തുനിന്ന് സ്വരൂപിച്ചുണ്ടാക്കുന്നതാണ് ഇവർ ഈ തട്ടിപ്പുകാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇന്നും ഒരു പണക്കാരൻ്റെ അടുത്ത് ഈ പറയുന്ന ഇതുപോലെ തട്ടിപ്പ് വീരന്മാർ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപ തട്ടിപ്പുകൾ നടത്തുന്ന തട്ടിപ്പ് വീരന്മാർ ചെന്ന് പറയുന്നത് അവർക്ക് നിങ്ങൾ 10 തന്നാൽ ഞങ്ങൾ 100 തിരിച്ചു തരാം എന്നൊരു വാഗ്ദാനത്തിലൊന്നും പണക്കാർ ചെന്ന് വീഴുന്നില്ല. കാരണം അവർക്കറിയാം അവരുടെ പണം എങ്ങനെയാണ് വരുന്നതെന്ന്. അവർക്ക് കിട്ടുന്ന തന്നെ കൊള്ളലാഭം. ആ കൊള്ളലാഭത്തിൻ്റെ മുകളിൽ കിട്ടുന്ന പലിശയൊന്നും അവർക്ക് വേണ്ടി വരില്ല. അവർക്ക് അവരുടെ പണം ഒളിപ്പിച്ച് വെക്കാനുള്ളൊരു ഒരു മാർഗം മാത്രമാണ് ഇതുപോലത്തെ തട്ടിപ്പ് സ്ഥാപനങ്ങൾ. നേരെ മറിച്ചൊരു മിഡിൽ ക്ലാസ്സുകാരൻ്റെ അവസ്ഥ അതല്ല. അവൻ്റെ അടുത്ത് നിന്ന് ഒരു ഇൻവെസ്റ്റർ എന്ന ഒരു തട്ടിപ്പ് സ്ഥാപനം, ഇതുപോലത്തെ ഒരു നിക്ഷേപ സ്ഥാപനം തുടങ്ങുന്ന ഒരാൾ വന്ന് പറയുവാണ്, നിങ്ങൾ 10,000 രൂപ അടച്ചാൽ ഞങ്ങൾ ഒരു വർഷത്തിനകം ഞങ്ങളത് 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ്സുകാർ അതിനകത്ത് ഒന്നും ആലോചിക്കാതെ എടുത്ത് ചാടുകയാണ്, വീണു പോവുകയാണ് ഇതിനകത്തൊക്കെ. ഇത്തരം തട്ടിപ്പ് സ്ഥാപനങ്ങളുടെ പൊള്ളയ വാഗ്ദാനങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ്, ഒരു വെളിവ് നമ്മൾ മിഡിൽ ക്ലാസ്സുകാരിൽ വളരെയധികം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പെട്ടെന്ന് പൈസക്കാരനാവാനുള്ള ഇതിലാണോ, അല്ലെങ്കിൽ 50,000 കൊടുത്താൽ പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് അതൊരു 2 ലക്ഷം രൂപയ്ക്ക് തരാം, അപ്പോൾ എൻ്റെ അത്രയും അധ്വാനം കുറയും എന്നുള്ള ആലോചനകളാണോ ഇതിന് കാരണം എന്ന് എനിക്കറിയില്ല. അതോ മിഡിൽ ക്ലാസ്സുകാരുടെ ആലോചന എങ്ങനെയാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ഒരു നിക്ഷേപ തട്ടിപ്പുകാരൻ വാഗ്ദാനങ്ങൾ കൊണ്ട് വന്നു, എൻ്റെ കാശ് അവൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തു, എൻ്റെ കാശ് അവൻ്റെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് മേടിക്കാൻ എനിക്കറിയാം, എനിക്ക് പറ്റിയില്ലെങ്കിൽ സർക്കാരും പോലീസും ഇടപെട്ട് കോടതി ഇടപെട്ട് അതെനിക്ക് തിരിച്ച് മേടിച്ച് തരും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ആണോ ഇതിനൊക്കെ കാരണം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഈ വീണ്ടും ഇമാതിരി തട്ടിപ്പുകളിൽ കൊണ്ട് തലയിട്ട് കൊടുക്കുന്നതിൻ്റെ അതൊന്ന് മലയാളികൾ ആയ മിഡിൽ ക്ലാസ്സുകാർ ഒന്ന് ഇരുന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കുറച്ച് വെളിവുള്ളവനൊക്കെ ആണെങ്കിൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ചുറ്റുവട്ടം നോക്കുക, കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലെ വാർത്തകളൊക്കെ ഒന്ന് വായിക്കുക, അതിനകത്തുനിന്ന് മനസ്സിലാവാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് ഒരു തട്ടിപ്പുകാരനാണെന്ന് തിരിച്ചറിയാൻ വേറെ ഒന്നും വേണ്ട, നമ്മുടെ വെളിവ് മാത്രം മതി നമുക്ക്, അതിൻ്റെ പരിരക്ഷ മാത്രം മതി നമുക്ക്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള ഏത് നിക്ഷേപ തട്ടിപ്പ് എടുത്താലും ഏതൊരു മലയാളികൾക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ. ഒരു നിക്ഷേപ തട്ടിപ്പ് നടക്കുന്നത് 2-3 സ്റ്റേജ് മാത്രമേ ഉള്ളൂ അതിന്. ആദ്യം ഒരു ചെറിയ നിക്ഷേപങ്ങൾ ഇവിടുന്ന് സ്വീകരിക്കുക, എന്നിട്ട് റോൾ ചെയ്യുക. ആ നിക്ഷേപങ്ങൾ വെച്ചിട്ട് നിലവിലുള്ള നിക്ഷേപക്കാർക്കിടയിലേക്ക് പൈസ റോൾ ചെയ്യുക. അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള മാസം ഇത്രയും രൂപ പലിശ വെച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതായിരിക്കും എന്ന വാഗ്ദാനങ്ങൾ പാലിക്കാൻ വേണ്ടി ഈ കിട്ടിയ പൈസയിൽ നിന്ന് ഒരു ചെറിയ തുകകൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അത് നല്ല സ്ഥാപനമാണെന്നുള്ളൊരു പേര് ഈ തുടക്കമുള്ള നിക്ഷേപക്കാർക്ക് ബോധ്യമുണ്ടാക്കി കൊടുക്കുക. അവർ വഴി അവരുടെ മൗത്ത് പബ്ലിസിറ്റി വഴി കൂടുതൽ ആൾക്കാരെ ചേർക്കുക, കൂടുതൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. അങ്ങനെ റോളിങ് തുടരുക. അങ്ങനെ തുടർന്ന് വലിയൊരു എമൗണ്ട് ആവാൻ നേരത്ത് കമ്പനി പൊട്ടി എന്നങ്ങ് പറഞ്ഞ് തലയൂരുക. ഇതാണ് ഏതൊരു നിക്ഷേപ തട്ടിപ്പുകാരൻ്റെയും തമ്പ് റൂള്, അല്ലെങ്കിൽ അവൻ്റെ സ്ഥിരം ഫോർമുല ഇത് തന്നെയാണ്. ഏതൊരു നിക്ഷേപക്കാരൻ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോഴും അവൻ്റെ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ അവൻ നടത്തുമ്പോഴും അവനൊരു ചായം കൊടുത്തിട്ട് നമ്മൾ അവൻ്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചതിന് ചോദിക്കുക, നിങ്ങൾ ഈ പൈസ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ, ഞാൻ 1 ലക്ഷം രൂപ തരുമ്പോൾ നിങ്ങളത് ഒരു വർഷം കൊണ്ട് എനിക്കത് 5 ലക്ഷം രൂപയ്ക്ക് തരുമെന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളുടെ വരുമാനം എങ്ങനെയാണ് നിങ്ങൾ അതിനകത്തുനിന്ന് കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത്? ആ ബിസിനസ്സുകളുടെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അയാൾ തരാൻ ബാധ്യസ്ഥനാണ്. അത് നിങ്ങൾക്ക് ചോദിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. അവിടെ അവൻ ബബ്ബ അടിക്കാൻ നേരത്ത് അവിടെ തന്നെ പിടിച്ചോണം. നടക്കില്ല, ഈ പരിപാടി നടക്കില്ല, ചേട്ടൻ പൊക്കോളാൻ പറയണം. അത് പറയാനുള്ളൊരു ആർജവം നമ്മൾ മലയാളികൾ കാണിക്കണം. അത് മലയാളികളായ മിഡിൽ ക്ലാസ്സുകാർ പ്രത്യേകിച്ച് അത് കാണിക്കണം. കാരണം നമ്മുടെ നമ്മുടെ പൈസയും കൊണ്ടാണ് സർക്കാർ തന്നെ ഓടുന്നത്. കാരണം നമ്മളെല്ലാത്തിനും നമ്മൾ ടാക്സ് കൊടുക്കുന്നു, ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളില്ലാത്തവരാണ് നമ്മൾ. അപ്പം നമ്മൾ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ പൈസ നമ്മൾ തന്നെ നോക്കുക.